ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹൗ ടു ഡി ടെക് ആനിമേഷൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, റിമോട്ടിൽ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ ഒരു വയർ കണക്ഷൻ പോലും ഇല്ലാതെ എങ്ങനെ ടി വിയിൽ വോളിയം കൂടുകയും ചാനൽ മാറുകയും ഒക്കെ ചെയ്യുന്നുവെന്ന്. ഇവിടെയാണ് പ്രകാശ തരംഗങ്ങളുടെ പ്രാധാന്യം വരുന്നത്. പലതരത്തിലുള്ള റിമോട്ട് കണക്ഷൻ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വൈഫൈ കണക്ഷൻ, ബ്ലൂടൂത്ത് കണക്ഷൻ, ഇൻഫ്രാറെഡിന്റെ റിമോട്ട് കണക്ഷൻ. ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളാണ്. ഇത് മറ്റ് തരംഗങ്ങളായ റേഡിയോ വേവ്സിനെ അപേക്ഷിച്ച് എനർജി കൺസപ്ഷൻ കുറവാണ്. പക്ഷേ ഇത് അന്തരീക്ഷത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കില്ല. ഒരു ചെറിയ 1.5 വോൾട്ടിന്റെ ബാറ്ററി ഇട്ടാൽ ഇതൊക്കെ വർക്കാവും. ടി വി റിമോട്ടിന്റെ ഒരറ്റത്ത് ചെറിയ LED ബൾബ് പോലെ ഇരിക്കുന്ന IR LED കാണാൻ സാധിക്കുന്നു. ടി വി റിമോട്ട് അഴിച്ചാൽ നമുക്ക് PCBയിൽ LED ഫിക്സ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അഥവാ PCBയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി മിനിയേച്ചർ ഡിവൈസസ് ആയി ടി വി റിമോട്ട് പോലുള്ളവ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വാക്വം ട്യൂബുകളും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു കാലത്ത് ഇതിനൊട്ടേറെ സ്പേസ് ആവശ്യമായിരുന്നു. എന്നാൽ ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നിവയുടെയൊക്കെ വരവോടുകൂടി ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ സോൾഡർ ചെയ്യുമ്പോൾ അത് നയിച്ചത് മിനിയേച്ചർ ഡിവൈസസിലേക്കായിരുന്നു. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ വിഭാഗത്തിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് IR LED. ഇതിന്റെ തരംഗങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഇതൊരു മൊബൈൽ ഫോൺ ക്യാമറയിലൂടെ വിസിബിൾ ലൈറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ടി വി റിമോട്ടിൽ നിന്നും വരുന്ന തരംഗ അവസ്ഥാനത അഥവാ ഫ്രീക്വൻസി കോമണായി 36, 38, 40 kHz-ലാണ്. ടി വിയുടെ വോളിയം കൂട്ടാൻ പോകുമ്പോൾ അവിടെ ഇൻഫ്രാറെഡ് ബീം ഒരു സാധാ LED പോലെ എമിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനൊരു അഡ്രസ് കാണും. അതിനെ ബിറ്റ് അഡ്രസ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിൽ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാം. സോ എൻ്റെ കയ്യിൽ ടി വി റിമോട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വോളിയം ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. വാവ്, നിങ്ങൾക്ക് ഇവിടെ LED-യിൽ നിന്ന് മിന്നിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ മിന്നുന്നത് ഒരു ബിറ്റ് അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ ഈ കാണുന്നതിൽ നിന്നും ഇതിന്റെ അഡ്രസ് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വഴി ടി വി റിമോട്ട് വർക്കാകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മൊബൈൽ ക്യാമറ IR തരംഗങ്ങളായിട്ട് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ സിഗ്നൽ നമുക്ക് കാണിച്ചു തരാൻ ഒരു വെളുത്ത വെട്ടമായി മാറ്റുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കില്ല. ടി വിയുടെ വോളിയം കൂട്ടുമ്പോൾ IR LED-യിൽ നിന്നും ഒരു നിശ്ചിത സമയത്തേക്ക് പോകുന്ന പൾസ് ലോ പൾസിനെ 0 ആയും ഹൈ പൾസിനെ 1 ആയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1010 എന്നതാണ് ഇവിടെ വോളിയം കൂട്ടുമ്പോൾ റിമോട്ടിന്റെ ബിറ്റ് അഡ്രസ്. ഇത് ടി വിയുടെ മാനുഫാക്ചറേഴ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബിറ്റ് അഡ്രസ് റിപ്പീറ്റ് ചെയ്യുന്നതിനുള്ള ദൈർഘ്യം വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ടി വിയിൽ വോളിയം കുറയ്ക്കുമ്പോൾ ബിറ്റ് അഡ്രസ് ഇവിടെ കാണിച്ചിരിക്കുന്ന 0011 ആണ്. ടി വി റിമോട്ടിൽ ഓരോ ബട്ടണും ഇങ്ങനെ അഡ്രസ് വ്യത്യാസപ്പെട്ടിരിക്കും. ടി വി റിമോട്ടിൽ നിന്നും ഇങ്ങനെ പല ബിറ്റ് അഡ്രസ് ഉള്ള ഇൻഫ്രാറെഡ് പ്രകാശരശ്മികൾ പോകുമ്പോൾ അത് ടി വിയിൽ സ്വീകരിക്കാനായി ഇൻഫ്രാറെഡ് സെൻസറും കാണും. ഫോട്ടോ ഡയോഡാണ് സെൻസറായി കൊടുക്കുന്നത്. ഫോട്ടോ ഡയോഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇത് ഇൻഫ്രാറെഡ് പ്രകാശം പതിക്കുമ്പോൾ ചെറിയ ഊർജം ഉണ്ടാവുകയും അതുവഴി ബിറ്റ് അഡ്രസ് കണ്ടെത്തുന്നു. ഈ ബിറ്റ് അഡ്രസ് ടി വി കണ്ടെത്തുമ്പോൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്ന് ടി വിക്ക് മനസ്സിലാകുന്നു. വോളിയം കൂട്ടണമെങ്കിൽ 1010 എന്ന ബിറ്റ് അഡ്രസ് ആയും വോളിയം കുറയ്ക്കണമെങ്കിൽ 0011 എന്ന ബിറ്റ് അഡ്രസ്സുമായും ഫോട്ടോ ഡയോഡ് തിരിച്ചറിയും. ഇതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ യഥാർത്ഥ ബിറ്റ് അഡ്രസ് ടി വി മാനുഫാക്ചറേഴ്സ് ആണ് നിർണ്ണയിക്കുന്നത്. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ബാറ്ററിയുടെ സഹായത്തോടെ IR LED-യിൽ നിന്നും ഇൻഫ്രാറെഡ് രശ്മികൾ ഒരു ഏകീകൃത ബിറ്റ് അഡ്രസ്സിൽ എമിറ്റ് ചെയ്യും. ഇത് ഫോട്ടോ ഡയോഡ് അഥവാ ഫോട്ടോ ട്രാൻസിസ്റ്റർ വഴി കറണ്ട് ആക്കി മാറ്റുകയും ടി വിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ കമന്റ്സുകളും രേഖപ്പെടുത്താൻ മറക്കല്ലേ. Thank you.